ഇതിന് രണ്ട് രീതിയിൽ കാണണം. ഒന്ന്, ബഹുമാനപ്പെട്ട ഉമ്മൻചാണ്ടി സാറിന് മരണശേഷം അദ്ദേഹം ഒരു പോസ്റ്റ് ഇട്ടിരുന്നു. അത് ഒരല്പം ഇറസ്പെക്റ്റീവായ ഒരു പോസ്റ്റാണെന്ന് പറയാൻ പറ്റും. പക്ഷെ ആ വാക്ക് നമ്മളിവിടെ ആരും ഉപയോഗിക്കാതിരിക്കുന്നൊന്നുമല്ല. പക്ഷെ അത് ഉടനെ തന്നെ എനിക്ക് ഒന്നൊന്നര മണിക്കൂറിന് ശേഷം വ്യാപകമായ പ്രതിഷേധം ഉണ്ടായപ്പം വിനായകൻ അത് പിൻവലിച്ച് അത് ക്ഷമയും പറഞ്ഞു. പിന്നീട് ബഹുമാനപ്പെട്ട BS മരണശേഷം അദ്ദേഹം എറണാകുളത്ത് കൊച്ചിയിൽ വെച്ച് അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളൊത്ത് വെച്ച് ഒന്ന് ചേർന്ന് അനുശോചനം രേഖപ്പെടുത്തിക്കൊണ്ട് അദ്ദേഹം VS മരിക്കുന്നില്ല എന്നുള്ള മുദ്രാവാക്യം മുഴക്കി. അത് കേരളം മുഴുവനും അല്ല, ലോക മലയാളികൾ മുഴുവനും VSനെ ആദരിച്ചുകൊണ്ട് ആ മുദ്രാവാക്യം മുഴക്കി. അതിനെ വളരെ മോശമായിട്ട്, അതിവിടെ ഉപയോഗിക്കാൻ പോലും പറ്റത്തില്ല, വളരെ മോശമില്ല. കേരളത്തിലെ ഏറ്റവും ഓക്വേർഡായിട്ടുള്ള വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് കോൺഗ്രസിന്റെയും യൂത്ത് കോൺഗ്രസിന്റെയും ലീഗുകാരുടെയും ഭാഗത്തുനിന്ന് വളരെ മോശമായിട്ടുള്ള സംഘടിതമായ ഒരു ആക്രമണം വിനായകന് നേരെ ഉണ്ടായി. അത് വളരെ അങ്ങേറ്റം തെറ്റാ. കോൺഗ്രസ്സുകാർക്ക് എന്തു ആകാം, വിനായകന് ഒന്നും പാടില്ല എന്നുള്ള നയം അത് വിനായകന്റെ നിറം കൊണ്ടാണോ അല്ലെ അദ്ദേഹം ജനിച്ചു വളർന്ന സാഹചര്യം കൊണ്ടാണോ എന്ന് എനിക്കറിയത്തില്ല. കാരണം കോൺഗ്രസ്സുകാർ പൊതുവെ ഒരു അമൂൽ ബേബി സ്റ്റൈലിലുള്ള ഒരാളാണ്. പക്ഷെ എന്തായാലും അത് അങ്ങേയറ്റം പ്രതിഷേധമാണ്. കാരണം ഒരു വ്യക്തിയെ വളരെ മോശമായി ചിത്രീകരിക്കുക. പിന്നീട് വിനായകന്റെ ഭാഗത്തുനിന്നുണ്ടായ ഒരു തെറ്റായ ഒരു ചിത്രീകരണം എന്ന് പറയുന്നത് അദ്ദേഹത്തിനെ മോശമായിട്ട് ചിത്രീകരിക്കുന്ന പോസ്റ്റിന്റെ ഒരു കോപ്പി മുംബൈയുള്ള ഒരു മലയാളി അത് അയച്ചു കൊടുത്തപ്പോൾ അയാളുടെ പ്രൊഫൈൽ പിക്ചറിൽ അയാളുടെ മോടെ പിക്ചറായിരുന്നു പ്രായപൂർത്തിയാകാത്ത. ആ കൊച്ചിന്റെ പടം സഹിതം വിനായകൻ പോസ്റ്റ് ചെയ്ത് തെറ്റായിപ്പോയി. കാരണം അത് വളരെയധികം മോശമായിപ്പോയി. അത് വിനായകൻ അതിനകത്തൊരു ജാഗ്രത കുറവുണ്ടായെന്നുള്ളത് വസ്തുതാപരമായ കാര്യമാണ്. പക്ഷെ അപ്പോഴും വിനായകൻ VSനെ മരണത്തിൽ അനുശോചിച്ചുകൊണ്ട് വിനായകനും സുഹൃത്തിനോട് കൂടി ആ അനുശോചനം രേഖപ്പെടുത്തിക്കൊണ്ട് രേഖപ്പെടുത്തിയ മുദ്രാവാക്യങ്ങൾ അത് വിനായകൻ മാത്രമല്ല എല്ലാ വിഭാഗത്തിൽപ്പെട്ട ജനങ്ങളും VSനെ മരണം വളരെ ദുഃഖത്തോടുകൂടി തന്നെ പ്രതികരിച്ചു. പ്രത്യേകിച്ച് KPC പ്രസിഡന്റ് അതുപോലെ രമേശ് ചെന്നിത്തല, അങ്ങനെയുള്ള മിക്കവാറും എല്ലാവരും തന്നെ, ഈവൻ BJP നേതാക്കന്മാർ പോലും VSന്റെ മരണത്തിൽ അനുശോചനം രേഖപ്പെടുത്തി. അപ്പൊ വിനായകൻ അത് പാടില്ല. വിനായകനെ പറഞ്ഞു കഴിഞ്ഞാൽ അടഞ്ഞ അധ്യായം പുറത്തെടുത്തുകൊണ്ട് അവർ വിമർശിച്ചോട്ടെ. പക്ഷെ ഉപയോഗിച്ച വാക്കുകൾ നമുക്കൊരു ചാനലിലോ പൊതുവേദിയിൽ പോലും വ്യക്തിപരമായിട്ട് പോലും പറയാൻ പറ്റില്ല. അത്രയ്ക്ക് മോശമായ വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് വേട്ടയാടുമായിരുന്നു നൂറുകണക്കിന് യൂത്ത് കോൺഗ്രസ്സുകാരും യൂത്ത് ലീഗുകാരും. അപ്പൊ അതും പ്രതിഷേധാർഹമാണ്, അങ്ങേയറ്റം പ്രതിഷേധാർഹമാണ്. കാരണം വിനായകനെ വളഞ്ഞിട്ട് ആക്രമിക്കുന്നു. വിനായകൻ മുമ്പ് ഇട്ടൊരു പോസ്റ്റ്, അദ്ദേഹം ഇട്ട പോസ്റ്റിലെ ഒരു വാക്ക് ചത്തു എന്നുള്ളൊരു വാക്ക്, ആ വാക്ക് ഒരു പരിഷ്കൃത സംഭവത്തിന് അപമാനമാണെന്നൊന്നും പറയാൻ പറ്റില്ല. പക്ഷെ പൊതുവെ നമ്മൾ മനുഷ്യൻ മരിക്കുമ്പോൾ അങ്ങനെയല്ല ഉപയോഗിക്കുന്നത്. അന്തരിച്ചു, മരണപ്പെട്ടു, അങ്ങനെയൊക്കെയാണ്. അവർക്ക് അദ്ദേഹം പിൻവലിച്ച് മാപ്പം പറഞ്ഞ പ്രശ്നം അവിടെ തീർന്നതാണ്. പക്ഷെ അതിന്റെ പേരും പറഞ്ഞുകൊണ്ട് വിനായകന് നമ്മുടെ നാട് ബഹുമാനത്തോടെ ആദരവോടെയും കാണുന്ന മഹാരായ VS അച്യുതാനന്ദന്റെ മരണത്തിൽ അനുശോചനം രേഖപ്പെടുത്താൻ പാടില്ല എന്നുള്ള നിലപാട് ഈ യൂത്ത് കോൺഗ്രസ്സുകാർ ലീഗർ എടുക്കുക എന്ന് പറഞ്ഞാൽ ഇവരുടെ ഏറ്റവും വലിയ സാംസ്കാരിക അധപ്പതനമാണ്. അതിൽ യാതൊരു തർക്കമില്ല. പക്ഷേ വിനായകന്റെ ഭാഗത്തുനിന്ന് ജാഗ്രത കുറവുണ്ടായി. വിനായകൻ ആ പെൺകുഞ്ഞിന്റെ പടം, ആ പ്രൊഫൈൽ ചിത്രം സഹിതം പോസ്റ്റ് ചെയ്തു. തെറ്റാണ്, ജാഗ്രത കുറവ് തന്നെയാണ്, വളരെയധികം തെറ്റാണ്. അതിന്റെ പേരിൽ അവരിപ്പം നിയമ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്. അതിന് വിനായകന്റേതായ വിശദീകരണം തരട്ടെ. അപ്പൊ ഈ രണ്ടു കൂട്ടരുടെ ഭാഗത്ത് തെറ്റുണ്ട്. ഏറ്റവും കൂടുതൽ തെറ്റ് വന്നിരിക്കുന്ന യൂത്ത് ലീഗുകാരുടെ യൂത്ത് കോൺഗ്രസ്സുകാരുടെ ഭാഗത്തുനിന്നാണ്. ഒരുപക്ഷെ കേരളത്തിൽ ഈ സമീപകാലത്ത് വളർന്നു വന്നിരിക്കുന്ന യൂത്ത് കോൺഗ്രസ്സുകാരുടെയും കോൺഗ്രസ്സുകാരുടെയും യൂത്ത് ലീഗുകാരുടെയും ഒരു നെഗറ്റീവായിട്ടുള്ള സംസ്കാരമാണ് സോഷ്യൽ മീഡിയകളെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നത്. അത് അവർക്ക് തന്നെ ദോഷം ചെയ്യും. കാരണം ഒരു മനുഷ്യന്റെ അഭിപ്രായ സ്വാതന്ത്ര്യത്തെ, മറ്റൊരാളുടെ മരണത്തിൽ ഖേദം പ്രകടിപ്പിക്കാനുള്ള സ്വാതന്ത്ര്യത്തെ പോലും വളരെ മോശം, ഞാൻ പറഞ്ഞത് മോശം എന്നുള്ള വാക്കല്ല, ഒരിക്കലും മലയാളി കേൾക്കാൻ പോലും യാദൃശ്യമായിട്ടൊന്നും കേൾക്കാൻ പോലും പറ്റാത്ത പല വാക്കുകളും ഉപയോഗിച്ച് അധിക്ഷേപിക്കുക എന്ന് പറഞ്ഞാല് ഇവരുടെ പൊതു സംസ്കാരമാണ്. അത് ഇവരെ ബാധിക്കും. പിന്നെ അദ്ദേഹത്തിന്റെ നിറം, അദ്ദേഹത്തിന് അത് ജനിച്ചു വളർന്ന പശ്ചാത്തലങ്ങൾ, അതായത് ചേരി ജനിച്ചു വളർന്ന ആളാണ്. എറണാകുളം KSRTC എടുത്ത് അത് കഴിഞ്ഞിട്ട് രാജ്യത്ത് തന്നെ അറിയപ്പെടുന്ന ഒരു കലാകാരനായിട്ട് വളർന്നു. അതിന്റെ പേരിലൊക്കെ അദ്ദേഹത്തിന്റെ നിറത്തെ വരെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇവർ ഈ സംസ്കാരശൂന്യമായ രീതിയിലുള്ള വേട്ടയാടലുകൾ നടത്തിയപ്പോൾ അതിന്റെ ദേഷ്യത്തിൽ അതായത് ഇട്ടൊരു പോസ്റ്റ് ഞാൻ വായിച്ചിരുന്നു, ആ പോസ്റ്റ് കണ്ടിരുന്നു. അപ്പൊ അതിനെയൊക്കെ നമ്മൾ വൺ സൈഡായിട്ട് ആക്രമിക്കുന്നതിന് അർത്ഥമൊന്നുമില്ല. വിനായകനെ വളഞ്ഞിട്ട് ഈ കോൺഗ്രസ്സുകാര് ഇവരുടെ ഈ വെളുത്ത അല്ലെങ്കിൽ എന്താ പറയുക ഒരു വൈറ്റ് കോളർ സംസ്കാരം ഇവർക്ക് ഈ രീതിയിലുള്ള ആക്രമിക്കാനായിട്ട് ഇതുപോലെ തന്നെ അധസ്ഥിത വർഗത്തിൽ നിന്നും പട്ടികജാതി വർഗത്തിൽ നിന്നൊക്കെ വളർന്നു വരുന്നവരോട് പ്രയോഗിക്കുക എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു കേരളത്തിലെ പൊതുസമൂഹം ഇതിനെതിരെ പ്രതികരിക്കുന്നതെന്ന് തോന്നുന്നു. കാരണം വിനായകനെ ഇവർ വളഞ്ഞിട്ട് ആക്രമിക്കുന്നുണ്ട്. അപ്പൊ വിനായകന് മറുപടി കൊടുത്തു. അതിലൊരു ജാഗ്രത കുറവുണ്ടായ ഒരു പോസ്റ്റിൽ നിന്ന് മാത്രമേ ഉള്ളൂ, അതിനകത്ത് പറയാൻ പറ്റുള്ളൂ. ഏറ്റവും കൂടുതൽ
പിന്നെ തെറ്റ് ചെയ്തിരിക്കുന്ന യൂത്ത് ലീഗുകാരും യൂത്ത് കോൺഗ്രസ്സുകാരും. അവരിപ്പോ പറയണ വിനായകനെതിരെ പറ്റി തെരുവിലൊക്കെ പ്രതിഷേധിക്കുന്നവർ, അതൊന്നും നടക്കുന്ന കാര്യമല്ല. കാരണം വിനായകൻ തീർത്തും ഒരു ചേരിപ്രദേശത്ത് ജനിച്ചു വളർന്നൊരു തന്റെ സ്വന്തം കഴിവുകൊണ്ട് കലാകാരനായി വളർന്ന് ഇതിപ്പോ ഒരു പാൻ ഇന്ത്യൻ ആക്ടറായിട്ട് വളർന്ന അദ്ദേഹത്തിന്റെ ജനിച്ചതിന്റെ പേരിൽ അല്ലെങ്കിൽ ഒരു പ്രത്യേക വിഭാഗത്തിൽ ജനിച്ചു വളർന്നതിന്റെ പേരിലും എന്നവർ പ്രത്യക്ഷത്തിൽ പറയുന്നില്ലെങ്കിലും അവരുടെ കമന്റുകളെല്ലാം അത് ജ്വലിപ്പിക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് അതൊന്നും കേരളത്തിൽ അംഗീകരിക്കാൻ പറ്റത്തില്ല. വിനായകൻ തെറ്റ് ചെയ്തിട്ടുണ്ട്, അവർ നിയമനോട് തിരിക്കട്ടെ. വിനായകനെ അതിനെ ഫേസ് ചെയ്യാനാണ് വിനായകൻ തയ്യാറാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. തയ്യാറാവണം. നിയമനോട് ഇതിനു മുമ്പ് തയ്യാറാകാൻ എല്ലാ പൗരന്മാർക്കും അവകാശമുണ്ട്. അതിന്റെ പേരിൽ വിനായകനെ വളരെ മോശം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊക്കെ ലളിതമായ വാക്കുകൾ. അത്രയ്ക്ക് ഓക്വേർഡായിട്ട് ഈ പ്രസ്ഥാനങ്ങളും ഇതിന്റെ യൂത്ത് വിഭാഗങ്ങളും അതേസമയം ഇവർ മനസ്സിലാക്കണം. ബഹുമാനപ്പെട്ട ഉമ്മൻചാണ്ടിയുടെ മകൻ ഉമ്മൻചാണ്ടിയെ കുറിച്ച് ഈ വിനായകൻ ഇട്ട ആ പോസ്റ്റിനെ കുറിച്ചും ഈ കഴിഞ്ഞ ദിവസം വിനായകൻ പിന്നെ അനുശോചിച്ചതിനെ കുറിച്ചും ഒക്കെ വളരെ വളരെ മാന്യമായിട്ടാണ് ചാണ്ടിയുമ്മൻ പ്രതികരിച്ചത്. അതൊരു മാതൃകയാണ്. പക്ഷെ ഉമ്മനെയും പിന്നെ ബഹുമാനപ്പെട്ട ഉമ്മൻചാണ്ടി സാറിന്റെ ഓർമ്മയെ പോലും അധിക്ഷേപിച്ചുകൊണ്ട് ഉമ്മൻചാണ്ടി സാറിന് കൊടുക്കേണ്ട ഒരു അനുശോചന അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഓർമ്മയ്ക്ക് കൊടുക്കേണ്ട ഒരു ട്രിബ്യൂട്ടിന് എതിരായിട്ട് അദ്ദേഹത്തിന്റെ ഓർമ്മയെ പോലും അധിക്ഷേപിക്കുന്ന രീതിയിലാണ് ഈ യൂത്ത് കോൺഗ്രസ്സുകാർ ഇറങ്ങിയിരിക്കുന്നതെന്നുള്ള കഷ്ടം നല്ലതാണ് എന്ന് പറയാൻ പറ്റും. കേരളം ഇതൊക്കെ അംഗീകരിക്കുന്നില്ല. വിനായകന്റെ ഭാഗത്തുനിന്നുള്ള വീഴ്ച ഞാൻ ഇതിനകത്ത് കുറിച്ചു. അത് ചെയ്യാൻ പാടില്ല. ഒരിക്കലും ചെയ്യാൻ പാടില്ല. അത് അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്നുള്ള വീഴ്ചയാണ്. അപ്പൊ ഈ കാര്യത്തിൽ ഏറ്റവും കൂടുതൽ ചെയ്തിരിക്കുന്നത് യൂത്ത് കോൺഗ്രസ്സുകാരും യൂത്ത് ലീഗ് പോലുള്ള ഈ UDFന്റെ യൂത്ത് വിഭാഗമാണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.